ESA എടപ്പാൾ സംഘടിപ്പിക്കുന്ന ശ്രീ കുമരൻ TMT പവർഡ് ബൈ കേരള സ്റ്റീൽസ് ആൻഡ് ഗ്ലാസ് SFA അഖിലേന്ത്യാ സെവൻസ് ജനകീയ ഫുട്ബോൾ മേള സ്പോർട്സ് കൗൺസിലിന്റെ ഉടമസ്ഥതയിലുള്ള എടപ്പാൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ESA ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ നൌഫൽ C തണ്ടലത്തിന്റെ അധ്യക്ഷതയിൽ തവനൂർ MLA ശ്രീ KT ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ പൊന്നാനി MLA N നന്ദകുമാർ, മുൻ MLA VT ബൽറാം, ഹുമയൂൺ കള്ളിയത്ത്, പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C രാമകൃഷ്ണൻ, എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV സുബൈദ, വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ്, കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG ബാബു, ടൂർണമെന്റ് കൺവീനർ സുമേഷ്, ഐശ്വര്യ, ട്രഷറർ PP ബിജോയ്, ESA ജനറൽ സെക്രട്ടറി E പ്രകാശ്, SFA സംസ്ഥാന ട്രഷറർ ഹംസ, SFA സംസ്ഥാന ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ സലാഹുദ്ദീൻ മമ്പാട്, വൈസ് ചെയർമാൻ അസ്ലം തിരുത്തി, ഹമീദ് നടുവട്ടം, അക്ബർ KV എടപ്പാൾ, EP രാജീവ്, ജോയിന്റ് കൺവീനർമാർ ഹാരിസ് തൊഴുത്തിങ്ങൽ, നവാസ് ഐലക്കാട്, അനീഷ്, നെഹൽ റഫീഖ്, പ്രിൻസിപ്പൽ ഗഫൂർ മാസ്റ്റർ, HM ഷൗക്കത്ത് അലി, കേരള സ്റ്റീൽ MD സനോജ്, ഫോറം സെന്റർ GM ലിജോ, റംഷാദ് മൂക്ക, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ, എടപ്പാളിലെ വ്യാപാര വ്യവസായ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മേളയിൽ കേരളത്തെ 28 പ്രമുഖ ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫുട്ബോൾ മേള അതും നന്നായി പരിരക്ഷിക്കുന്നതിന് പ്രയോജനപ്പെടും എന്ന പ്രതീക്ഷ സ്കൂളിന്റെ അധികൃതർക്കുള്ളത് കൊണ്ടാണ് അവര് ഈ ഗ്രൗണ്ട് നമുക്ക് ഫുട്ബോൾ മേള നടത്തുന്നതിന് അനുവദിച്ചു നൽകിയത്. ആ കാര്യവും നമ്മളുടെ സംഘാടകന്മാർ തീർച്ചയായും ഗൗനിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാട്ടിൽ നമ്മളുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുട്ബോൾ മാമാങ്കത്തിന് സാക്ഷികളാകുവാൻ വേദിയൊരുക്കുക എന്ന് പറയുന്നത് പോലും ഇക്കാലത്ത് ഒരു സൽകൃത്യമാണ്. അത്തരമൊരു സതുദ്യമത്തിന് മുന്നോട്ട് വന്ന മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ഫുട്ബോൾ മേളയുടെ ഔപചാരികമായ സമാരംഭം ഇതാ കുറിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. എത്തിയിട്ടുള്ള പൊന്നാനിയുടെ പ്രിയങ്കരനായ MLA ബഹുമാനായ നന്ദകുമാറിനെ ആദരവ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശ്രീ KT സൂചിപ്പിച്ച പോലെ മലപ്പുറം ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം കാൽപന്ത് കളിയിൽ നിന്ന് അവർക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയില്ല എന്ന രൂപത്തിലായിരുന്നു നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ എല്ലാ സെവൻസ് ഫുട്ബോൾ മേളകളും. ഇടക്കാലത്ത് അതിൻ്റെ ഉൾക്കൊന്ന കുറഞ്ഞു. ഇപ്പൊ രണ്ടാമതും തിരിച്ചു വരികയാണ്. നമുക്കറിയാം, ഞാൻ തിരൂരിലെ പണ്ട് ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ ഇന്റർനാഷണൽ പ്ലെയേഴ്സിനൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഈ മത്സരം നടക്കുമ്പോൾ ഇത്രത്തോളം ഈ സെവൻസിന് പ്രാധാന്യമുണ്ട് എന്ന് ചിന്തിച്ചൊരു വ്യക്തിയെന്നാണ്. പക്ഷേ വലിയ തോതിലേക്കുള്ള ഉത്സാഹത്തോടുകൂടി 10,000 കണ്ടുകൊണ്ട് മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വലിയ തോതിലേക്കുള്ള സെവൻസ് ഫുട്ബോൾ നടന്നിരുന്നു. അതിൽപ്പെട്ടൊരു സ്ഥലമാണ് ഈ എടപ്പാൾ. ഇടക്കാലത്ത് നമുക്കത് മുറിഞ്ഞുപോയി. അത് വീണ്ടും നമ്മൾ പുനഃസ്ഥാപിച്ച് ഇവിടെ വരികയാണ്. ഒരൊറ്റ കാര്യം സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. ഈ ഒരു മാസക്കാലത്ത് മാമാങ്കം കഴിഞ്ഞാൽ, ഈ ഉത്സവം കഴിഞ്ഞാൽ, ഈ ഫുട്ബോൾ പ്രേമികളുടെ ആരവം കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് എന്താവും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജലീലിനെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, ഈ കളിസ്ഥലം നമുക്ക് സംരക്ഷിക്കപ്പെടണം. ഞാൻ എല്ലാ ഗ്രൗണ്ടിലും ഈ പരിപാടിക്ക് പോകുമ്പോൾ ഒരു കാര്യം പറയും, സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള മെയിൻ്റനൻസിന് ആവശ്യമായിട്ട് സംവിധാനം ഉണ്ടാക്കണം. ഇവിടുത്തെ സ്കൂൾ അധ്യാപകന്മാർ, അതുപോലെ തന്നെ ഈ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് സ്ഥിരമായി മെയിൻ്റനൻസിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ ഇത് സംരക്ഷിക്കപ്പെടുകയുള്ളൂ. സംരക്ഷിക്കപ്പെടാത്തത് കൊണ്ടാണ് ഇവിടെ നമുക്ക് ഈ പലപ്പോഴും വിട്ടുപോയിട്ടുള്ളത്. അത് നിർബന്ധവും അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നമുക്ക് നടത്തണം. ഈ ഗ്രൗണ്ട് സംരക്ഷിക്കാനായ സംവിധാനം ഉണ്ടാകണം. ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികളുടെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയുന്ന തോതിലേക്കുള്ള നല്ല രൂപത്തിലേക്കുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ക്ഷണിച്ചതിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഭാഗമാവുന്ന പ്രിയങ്കരനായ തവനൂരിന്റെ MLA ശ്രീ KT ജലീൽ, പൊന്നാനിയുടെ MLA നന്ദേട്ടൻ, ശ്രീ രാമകൃഷ്ണൻ അടക്കമുള്ള ജനപ്രതിനിധികൾ,
ശ്രീ ഹുമയൂൺ കള്ളിയത്ത് അടക്കമുള്ള ഈ പരിപാടിയെ എല്ലാ നിലയ്ക്കും പിന്തുണയ്ക്കുന്ന ഫുട്ബോൾ പ്രേമികൾ, നാട്ടുകാർ, സഹോദരങ്ങൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നമസ്കാരം, അഭിവാദ്യങ്ങൾ. ഇവിടെ നേരത്തെ സംസാരിച്ച രണ്ട് പ്രമുഖ വ്യക്തികളും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ നാട്, മലപ്പുറം ജില്ലയുടെ ഈ പ്രദേശങ്ങളൊക്കെ ഫുട്ബോളിനെ വലിയ രീതിയിൽ നെഞ്ചേറ്റുന്ന ഒരുപാട് കായിക പ്രേമികളുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു മാസക്കാലം എടപ്പാളുകാർക്ക് മാത്രമല്ല, ഞങ്ങൾ തൃത്താലക്കാർക്കും സമീപ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം ഈ ഒരു ഗ്രൗണ്ട് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എടപ്പാളിൽ നല്ല രീതിയിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഫുട്ബോൾ ടൂർണമെന്റുകൾ നിരന്തരം മുടങ്ങാതെ നടന്നിരുന്ന ഒരു 3 പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ജോർഡൻ, നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം.